1987 എൻ്റെ കല്യാണം. പക്ഷെ ആദ്യത്തെ കുട്ടി മരിച്ച്, രണ്ടാമത് താമസിക്കാതെ വീണ്ടും ഗർഭമായതിൻ്റെ ശേഷം ഒരു 17 ദിവസം ആ കുട്ടി ജീവിച്ചത് മെഡിക്കൽ കോളേജിൽ നവജാത ശിശുക്കളതിലാണ് കിടക്കുന്ന കുട്ടി. നവജാത ശിശു കുട്ടികളുണ്ടാവില്ല, തയ്യാതെ പ്രസവിക്കുന്ന 8ാം മാസത്തിൽ പ്രസവിച്ചിരിക്കണ്. പക്ഷെ കുട്ടി വളർച്ചല്ല, പിന്നെ ബൾബിൻ്റെ തുള്ളി ഇങ്ങനെ കത്തി ഇങ്ങനെ കിടക്കുന്നല്ലാതെ ആ കുട്ടി ആ വാർഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചു, ഇത്ര കാവിൻ്റെ കാര്യം തീരുമാനിച്ചത് ഷെയ്ഖുനെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. ഷെയ്ഖുനാൻ്റെ അടുത്തേക്ക് പോയി ഷെയ്ഖുനോട് കാര്യം പറഞ്ഞു, എൻ്റെ കുട്ടി ആദ്യത്തെ കുട്ടി ഇങ്ങനെ ആദ്യത്തെ എന്ന് പറഞ്ഞില്ല, കുട്ടി മെഡിക്കൽ കോളേജിലാണ്, വളരെ ഇതിലാണ്, തയ്യാതെ പ്രസവിച്ചതാണ് എന്നല്ല. ഷെയ്ഖുൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഈ കുട്ടി എന്താണെന്നല്ല ചോദിച്ചത്, ആദ്യത്തെ കുട്ടി എന്തായിരുന്നു ചോദ്യം. ഫസ്റ്റത്തെ കുട്ടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. അല്ല, ഫസ്റ്റത്തെ കുട്ടിയാ ചോദിച്ചു ഷെയ്ഖുൻ, ആദ്യത്തെ കുട്ടി എന്തായിരുന്നു നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് പറഞ്ഞിട്ടില്ല, നമ്മൾ ഈ കുട്ടീനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. കുട്ടി ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞു. ആദ്യത്തെ കുട്ടി എന്തായിരുന്നു? ആദ്യത്തെ കുട്ടി പെൺകുട്ടിയായിരുന്നു. ഈ കുട്ടി ജീവിക്കുകയില്ല, കുട്ടി ജീവിക്കുകയില്ല. അത് കേട്ടപ്പോൾ തന്നെ, കാരണം നമ്മൾ കാണുമ്പോൾ തന്നെ കുട്ടീൻ്റെ വളരെ ഇതിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഷെയ്ഖുനെ പറഞ്ഞ് നമുക്കൊരു വേജാറും തോന്നുന്നില്ല. ഷെയ്ഖുനെയാണോ പറയുന്നത്, ആദ്യത്തെ കുട്ടി എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ട് ഈ കുട്ടി ജീവിക്കില്ല. അപ്പോൾ ഈ കുട്ടീനെ പറ്റി അപ്പോഴേ പറയുന്നുള്ളൂ, കുട്ടി ജീവിക്കുകയില്ല എന്നല്ലേ. പോവാം, ആ കുട്ടിയുടെ മരണം പോലും ഷെയ്ഖുനെ കാണുകയാണ്. അതാണ് ഇറങ്ങി, ഞാനും അറിയാനും കൂടി അവിടെ ഇങ്ങോട്ട് ഇറങ്ങി പോവാം. ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ടെത്തി കുട്ടീൻ്റെ അരികത്തേക്ക് കുട്ടിക്ക് അസുഖം കൂടിയാണ്. പക്ഷേ ഷെയ്ഖുനാൻ്റെ അടുത്ത് ജീവിക്കൂല എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അത് അനുഭവത്തിൽ വരികയാണെന്ന് മനസ്സുകൂടി ഞാൻ ചിന്തിച്ചു വരും. മറ്റങ്ങൾ കൂടിയാണ്. അപ്പം മനസ്സിലാക്കില്ല, പിന്നെ ഇവർ കളിക്കുന്ന മുഴുവനും ഇവർ ജീവൻ നിലനിർത്താൻ പറ്റുമോ എന്നുള്ള ആ വകുപ്പിൽ കൊണ്ടുവന്ന് സാധനം കൊണ്ടുവരലൊക്കെ നിർത്തി. അപ്പം ഞാൻ തീരുമാനിച്ചു, ഇനി ഏതായാലും ഒപ്പിട്ട് കൊണ്ടുപോകാം, ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ വലിയ കാണുന്നവർക്ക് കാണുകയെ ഒക്കെ ചെയ്യല്ലോ എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ തരാൻ പറഞ്ഞപ്പം നഴ്സിനോട് പറഞ്ഞ് അങ്ങനെ തരാൻ പറ്റില്ല. കാരണം നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പിതാവാണ്. ഞങ്ങൾ എഴുതി തരണം, പിതാവിൻ്റെ സ്വന്തം അത് കൊണ്ടുപോകുന്നത് തന്നെ ഈ ഒപ്പിട്ടിടാണ്. ഞാൻ ഒപ്പിട്ടിടാണ്. ഒപ്പിട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങി കുട്ടീനെ കഴിയുമ്പോൾ കുട്ടീനെ കൈമേലൊക്കെ കുത്തിയിട്ടിരിക്കുകയാണ്. രക്തം അവിടെ കയറ്റി രക്തം കയറ്റിക്കൊണ്ടേ നിൽക്കുകയാണ് കുട്ടി. ഇങ്ങോട്ട് ഊരിട്ട് പോയി രക്തം ഉണ്ടായിരുന്നു പോകുന്നത്. അവിടെ വലിയ പ്ലാസ്റ്റൊക്കെ വെച്ച് ഒട്ടിച്ചിലാക്കിയാണ് കുട്ടീനെ മാറ്റി വെച്ചാൽ കൊണ്ടുവന്ന് ടാക്സി വിളിച്ച് നമ്മളെ കോഴിക്കോട് ഇവിടെ വട്ടക്കിണറിൻ്റെ അവിടെ കണ്ടെത്തി കുട്ടി മരിച്ചു.